മാർപ്പാപ്പയുടെ വിയോഗം നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ ദുഃഖം ജനിപ്പിക്കുന്ന ഒന്നാണ്. ക്രൈസ്തവർക്ക് മാത്രമല്ല, ലോക ജനതയ്ക്ക് മുഴുവൻ. എന്താണ് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ബുദ്ധി കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടുകൂടി മനുഷ്യരോട് സംവദിച്ചവനും തൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൻ്റേതായ ഒരു ജീവിത ശൈലി അവതരിപ്പിച്ചവനുമാണ്. അത് കർത്താവായ ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഫ്രാൻസിസ് ലോകത്തിന്, ക്രൈസ്തവ സഭകൾക്ക് ഒരു മേലധ്യക്ഷ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിൻ്റെ ശുശ്രൂഷയിലൂടെ തനതായ ഒരു മാതൃക നൽകിയ ആളാണ്. അത് അത്യന്താധുനികമായ ഒരു മാതൃകയാണ്. അതൊരു പദവി എന്നുള്ളതിനേക്കാളുപരി ഒരു ശുശ്രൂഷയായിട്ട് നിർവഹിച്ചവനാണ്. ആ ശുശ്രൂഷയിൽ അദ്ദേഹം പാവപ്പെട്ടവർക്കും അശരണർക്കും അഗതികൾക്കും അഭയാർത്ഥികൾക്കും വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നുവെന്ന് നമുക്കറിയാം. സഭ ദരിദ്രയാണ്, സഭ ദരിദ്രർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് തൻ്റെ പാപ്പാ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ പരിശുദ്ധ എപ്പോഴും സംസാരിച്ചിരുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ സാവോ പോളോയിലെ കർദിനാൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നപ്പോൾ പറഞ്ഞു, തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പായോട്, ഫ്രാൻസിസ്, ഡോണ്ട് ഫർഗെറ്റ് ദ പുവർ, പാവങ്ങളെ വിസ്മരിക്കരുത് എന്ന്. ഫ്രാൻസിസ് അസീസിയുടെ പേര് പതിവിൽ കവിഞ്ഞ ഒരു വ്യത്യാസത്തോടുകൂടി എടുത്തുകൊണ്ട് പാപ്പ ആ ദാരിദ്ര്യത്തിൻ്റെയും ആ പ്രകൃതി സ്നേഹത്തിൻ്റെയും ആ സാഹോദര്യത്തിൻ്റെയും എല്ലാം ഒരു സന്ദേശം തൻ്റെ മോട്ടോയിൽ, തൻ്റെ അർത്ഥവാക്യത്തിൽ തന്നെ ഉൾപ്പെടുത്തുകയായിരുന്നു. അത് പിന്നീട് അക്ഷരശഃ പാപ്പ അന്വർത്ഥമാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത. അദ്ദേഹം ഈ ഏറ്റവും അവസാനം കൊടുത്ത ഊർബിയത്ത് ഓർബി എന്ന ആ ആശീർവാദം, അത് ഈസ്റ്ററിന് കൊടുക്കുന്നതാണ്, ക്രിസ്മസിനും കൊടുക്കും. ആ ആശീർവാദ സമയത്ത് കൊടുത്ത സന്ദേശത്തിലും പറയുന്നത്, ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കണം, ബന്ധികളെ വിട്ടയക്കണം എന്നാണ്. അപ്പോൾ എവിടെയും അത് ഒരു വ്യത്യാസവും കൂടാതെ താൻ സംസാരിക്കുന്ന ആരോടാണോ ആ ആളിന് അല്ലെങ്കിൽ ആ സമൂഹത്തിന്, ആ രാജ്യത്തിന് ഇഷ്ടപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും ക്രിസ്തീയമായ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ക്ഷമയുടെയും ദയയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു, ശക്തമായി സംസാരിക്കുമായിരുന്നു. അപ്പോഴങ്ങനെയുള്ള ഒരു സന്ദേശം പാപ്പായുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടി. ഇതുപോലൊരു പാപ്പാ ശുശ്രൂഷയുടെ മാതൃക ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നില്ല. ഇനി വരുന്ന മാതൃകകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിന് യോജിച്ച മാർപ്പാപ്പാമാരെയാണ് ദൈവം ലോകത്തിന് നൽകുന്നതെന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്, നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാപ്പായുടെ ശുശ്രൂഷ, ഫ്രാൻസിസ് പാപ്പായുടെ ശുശ്രൂഷ ഈ ലോകത്തിന് നൽകിയ വലിയ ഒരു ദർശന വ്യത്യാസവും മാതൃകാ വ്യത്യാസവും നാം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 11 വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. ഞാൻ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ 1 കൊല്ലം കഴിഞ്ഞ ഉടനെ അദ്ദേഹം പാപ്പായായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നെ കർദിനാളാക്കിയത് ബെനഡിക്ട് പാപ്പായാണെങ്കിലും ഞാൻ കർദിനാൾ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിലും പ്രവർത്തിച്ചത് ഈ ഫ്രാൻസിസ് പാപ്പായോടൊപ്പമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും ഹൃദയത്തെയും തൊട്ടറിയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വലിയൊരു ജലശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ലോകത്തിലുള്ള എല്ലാവിധ വസ്തുക്കളെക്കുറിച്ചും അതുപോലെ തന്നെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് സ്വന്തമായ അറിവും വിലയിരുത്തലുകളും ഉണ്ടായി. അങ്ങനെയുള്ള ആ വിലയിരുത്തലുകളെയെല്ലാം അദ്ദേഹം ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരുന്നത്. ആദ്യകാലങ്ങളിൽ ഒരിക്കൽ ഒരു രാത്രിയിൽ പതുപ്പമായിട്ട് ഒരു ജീപ്പിൽ ചെന്ന്
ആ വത്തിക്കാനിലെ പാതയോരങ്ങളിൽ കിടക്കുന്ന ആളുകൾക്ക് തണുപ്പ് സഹിക്കാതിരുന്നപ്പോൾ പതുപ്പ് വിതരണം ചെയ്തിട്ട് പോയതായി നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുപോലെ അദ്ദേഹം വത്തിക്കാനിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിക്കാസ്ട്രി, ഒരു വകുപ്പുണ്ടാക്കി അതിനെ ഒരു കർദിനാളിനെ നിയോഗിച്ച് അത് നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എവിടെയും പാവപ്പെട്ടവരുടെ കൂടെയായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, നാം മനുഷ്യരോടൊപ്പമായിരുന്നു, ഒന്നിച്ച് യാത്ര ചെയ്യണം. നാം ഒരിക്കലും മേളിലിരുന്നുകൊണ്ട് മറ്റുള്ളവരെ അനുയായികളായിട്ട് കരുതേണ്ടവരല്ല. പിന്നെയോ ക്രിസ്തുവിൻ്റെ ആ നേതൃത്വത്തിൽ അവിടുന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും, അവിടുത്തോട് ആഭിമുഖ്യമുള്ള എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യണം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ അടുത്ത അവസാനത്തെ സിനഡിലൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയത്. ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ നാം എല്ലാവരും ഒന്നിച്ച് ചിന്തിക്കും, ഒന്നിച്ച് സംസാരിക്കും, ഒന്നിച്ച് പ്രവർത്തിക്കും. ആരും ആരുടെയും മേലല്ല, എല്ലാവരും സമന്മാരായ ശുശ്രൂഷകരാണ്. നമ്മുടെ കാര്യസംസാരങ്ങളിൽ പ്രത്യേക വരങ്ങളിൽ വ്യത്യാസമുണ്ടാകും, നമ്മുടെ അധികാര ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടാകും. പക്ഷേ എല്ലാ അധികാരങ്ങളും ശുശ്രൂഷയ്ക്കുള്ളതാണെന്നുള്ള ആ വലിയ സത്യം, ക്രിസ്തീയ സത്യം അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടുപോയി എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാമാണ് പാപ്പായെക്കുറിച്ചുള്ള എൻ്റെ പ്രഥമ ചിന്തകളെന്ന് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഒരു പാപ്പ മാറിയാൽ മറ്റൊരു പാപ്പ വരും. പക്ഷേ ഈ പാപ്പായിൽ നിന്ന് കിട്ടിയ തനതായ സംഭാവനകൾ നമ്മൾ ക്രൈസ്തവരെ ചിന്തിപ്പിക്കുകയാണ് ആഴത്തിൽ. അതിലുപരിയായിട്ട് എല്ലാ മനുഷ്യരെയും ചിന്തിക്കുകയാണ്. രാഷ്ട്ര നേതാക്കന്മാരെ പോലും ചിന്തിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഭാരതത്തിൽ വരണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. എന്തോ സാങ്കേതികമായ കാരണങ്ങളാൽ അത് നടന്നില്ല എന്ന് വരികിലും അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുമായിട്ടുള്ള അടുപ്പം വളരെ വലുതാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി അദ്ദേഹത്തെ സന്ദർശിച്ചു, അദ്ദേഹവും സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. അവിടെയെല്ലാം നമുക്ക് എല്ലാ രാജ്യങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ സമഭാവനയോടുകൂടിയുള്ള ദർശനം കാണാൻ കഴിയുന്നതാണ്. ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും സമ്മേളനങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെയോ ഇഴത്തി സംസാരിച്ചാൽ പാപ്പായിൽ നിന്ന് വരുന്ന മറുപടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സന്ദേശമായി. അപ്രകാരം പാപ്പ ലോക ഹൃദയത്തെ ആകർഷിച്ചു എന്ന് നമുക്കറിയാം. അങ്ങനെ ലോക മനസ്സുകളെ കവർന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. മറ്റു മാർപ്പാപ്പമാരെ അപേക്ഷിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റു മാർപ്പാപ്പമാരെ അപേക്ഷിച്ച് കുറച്ചുകൂടി പുരോഗമന കാഴ്ചപ്പാടുകളല്ലേ പുറത്തിരുന്നില്ല? എനിക്ക് മനസ്സിലായി. കുറച്ചുകൂടെ പുരോഗമനപരമായിട്ടല്ലേ മാർപ്പാപ്പ ചിന്തിച്ചത്? എല്ലാ മാർപ്പാപ്പമാരും പുരോഗമനപരമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ പുരോഗമനപരം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ പുരോഗതിയുടെ തനതാത്മകത, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ പ്രവർത്തന ശൈലിയിൽ തന്നെ ഒരു തനതാത്മകത സൃഷ്ടിച്ചു. എവിടെ ചെന്നാലും പാവപ്പെട്ടവളെയോ കുട്ടികളെയോ ശരണരെയോ വീൽ ചെയറിൽ ഇരിക്കുന്നവരെ കണ്ടാൽ അങ്ങ് അടുത്ത് ചെന്ന് അവരുമായിട്ട് ബന്ധപ്പെടുകയും ഒക്കെയാണ്. ഞാൻ ഓർമ്മിക്കുന്നു, റോഹിംഗ്യ അഭയാർത്ഥികൾ മ്യാൻമറിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് വന്നപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നവിടെ മുൻഷിയായിരുന്ന ഇന്ത്യക്കാരനായ നമ്മുടെ ആർച്ച് ബിഷപ്പ് ജോർജ് കോച്ചേരി വഴി അദ്ദേഹം കളക്ട് ചെയ്ത പണം ചെക്കായിട്ട് കൊടുത്തുവിടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അവസാനം അദ്ദേഹം പിന്മാറുന്ന കാലം വരെയും കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോഴും കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ലോകം മുഴുവനിലുമുള്ള എല്ലാ മനുഷ്യരും അവരുടെ ആവശ്യങ്ങളെ മുൻനിർത്തി കണ്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. നല്ല സമറിയാക്കാരൻ്റെ ഉപമ സുവിശേഷങ്ങളിൽ ഉള്ളത് അദ്ദേഹത്തെ ഹഠാത് ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും നല്ല അയൽക്കാരായിരിക്കണം. സമറിയാക്കാരനെ പോലെ എല്ലാവർക്കും സഹായം ചെയ്യുന്ന, എല്ലാവരോടും സഹകരിക്കുന്ന, എല്ലാവരെയും സമഭാവനയോടെ കാണുന്ന ഒരു ആദർശം അത് ക്രിസ്തുവിൻ്റേത് നമ്മുടെ സ്വന്തമായിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ആരിൽ നിന്നും അകന്നു നിൽക്കുന്ന ആളുകൾ എല്ലാവരെയും കാണാനും സംസാരിക്കാനും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശം കൊടുക്കുവാനും അദ്ദേഹം കാരുണ്യത്തിൻ്റെ പാപ്പ എന്നൊരു പക്ഷേ ഫ്രാൻസിസിനെ കാലം വിളിക്കുമായിരിക്കും, ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തുമായിരിക്കും. വാസ് എ പോപ്പ് ഓഫ് മേഴ്സി. മേഴ്സി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ കാരുണ്യം എന്നുള്ള വാക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും എപ്പോഴും നിറഞ്ഞു നിന്നിരുന്ന ഒന്നാണ്. വ്യക്തിപരമായി അങ്ങേക്കുള്ള ഏതെങ്കിലും ഒരു അനുഭവം, മറക്കാനാവാത്ത അനുഭവം? മറക്കാനാകാത്ത അനുഭവം എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കൽ പാപ്പ തന്നെ താമസിക്കുന്ന ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഒരു വലിയ സിനഡ് സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ
സാധാരണഗതിയിൽ പാപ്പമാർ വാഹനത്തിലാണ് സിനഡ് ഹാളിലേക്ക് വരുന്നത്. ഈ പാപ്പ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഞാൻ അത് ശ്രദ്ധിക്കാതെ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് യുവർ എമിനൻസ്, ഞാനാണ് കർദിനാൾമാരെ വിളിക്കുന്നത് എന്ന രീതിയിൽ വിളിച്ചു. ഞാൻ അവിടെ പെട്ടെന്ന് അത് മനസ്സിലാക്കിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് സിനഡ് ഹാളിലേക്ക് കയറിയത് ഞാൻ ഓർക്കുകയാണ്. ഇതുപോലെയുള്ള സാധാരണ ആയിട്ടുള്ള സ്നേഹപ്രകടനങ്ങളും കാരുണ്യത്തിൻ്റെ അടയാളങ്ങളും നമുക്ക് ഈ പാപ്പായുടെ ജീവിതത്തിൽ ധാരാളം കാണാമെന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത. അതുപോലെ തന്നെ അദ്ദേഹം ലോകമെമ്പാടുമുള്ള സഭകളുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരെ, ഇപ്പോൾ ഭാരതത്തിലാണെങ്കിൽ നമുക്ക് CCBI, സുറ മലബാർ സഭ സിനഡ്, മലങ്കര കത്തോലിക്ക സിനഡ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള നേതൃത്വത്തിലിരിക്കുന്നവരെ കാണുമ്പോൾ അവരോട് ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള സഭകളുടേതായിട്ടുള്ള ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. സുറ മലബാർ സഭയുടേതായിട്ടുള്ള എല്ലാ വക സംഭവങ്ങളിലും അദ്ദേഹം ഒരു സന്തത സഹചാരിയായിരുന്നു. നാം ഈ ഭാരതത്തിലുള്ള ഒരാളോട് സംസാരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ആ സംഭവങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച്, സഭയുടെ സിനഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാം അദ്ദേഹം നേരിട്ട് സംസാരിക്കുമായിരുന്നു. എത്രമാത്രം കാരുണ്യവും സ്നേഹവും ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാലും അദ്ദേഹം സഭയിലെ അച്ചടക്കത്തിന്, ഡിസിപ്ലിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. അനുസരണം ക്രൈസ്തവരുടെ മുഖമുദ്രയാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അത് ഈശോസഭ വൈദികർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃതമാണ് വിധേയത്വം, അനുസരണം. അത് പാപ്പ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കുമായിരുന്നു. അങ്ങനെ അതിനാൽ തന്നെ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് കർശനമായ ശിക്ഷ കൊടുക്കുന്നതിൽ, അത് സഭയുടെ കാനൂൻ നിയമം അനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കുന്നതിന് പാപ്പ അമാന്തരം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് കാരുണ്യമല്ലേ എന്ന് കണ്ട് പെട്ടെന്നെല്ലാം ക്ഷമിച്ചു വിടുന്ന ഒരു രീതിയല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സത്യത്തിനും നീതിക്കും നിരക്കുന്ന ക്ഷമയാണ് ഫ്രാൻസിസ് പാപ്പായുടെ ക്ഷമയും ദയയും കാരുണ്യം. എങ്കിലും കൂടുതലായിട്ട് സാധാരണ ആളുകൾ, പാവപ്പെട്ടവർ, അശരണര് ഒന്നും തെറ്റുകൾ ചെയ്യുന്നവരല്ലല്ലോ. അതുകൊണ്ട് അവരോട് ഹൃദയം കവിഞ്ഞൊഴുകുന്ന ഒരു സ്നേഹം പാപ്പായുടെ മനസ്സിലുണ്ടായി. താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാവരും വന്നതിനും ഈ ഒരു കാര്യത്തിൽ എടുക്കുന്ന ശ്രദ്ധയ്ക്ക് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. എന്തോ തീർച്ചയായിട്ടും ഞാൻ റോമിലേക്ക് പോകും. കാരണം സഭയുടെ പരമാധികാരിയായിട്ടുള്ള ഫ്രാൻസിസ് പാപ്പ, പ്രത്യേകിച്ച് ഈ പാപ്പ മരിക്കുമ്പോൾ കർദിനാളന്മാരെല്ലാവരും സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകും. അടുത്ത പാപ്പായെ തിരഞ്ഞെടുക്കാനുള്ള എൻ്റെ വോട്ടവകാശം തീർന്നു എന്ന് വരികിലും മൃതദേഹ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനിപ്പോൾ എപ്പോഴേക്കാണ്, മിക്കവാറും ഒരു ഏതാനും ദിവസങ്ങൾ, ഒരാഴ്ചയോളമെങ്കിലും ദുഃഖാചരണമായിരിക്കാം, അത് കഴിഞ്ഞായിരിക്കാം മൃതദേഹ സംസ്കാരം. എനിക്ക് കൃത്യമായി പറഞ്ഞുകൂടാ. റോമിൽ നിന്ന് നിർദ്ദേശങ്ങളൊന്നും എത്തിയിട്ടില്ല. ഞാൻ തീർച്ചയായിട്ടും പോയി സംബന്ധിക്കുന്നതായി.